Then question number 8. Question number 8 ലേക്ക് മൂവ് ചെയ്യടാ നോക്ക്. An object of mass m is projected from the origin in a vertical xy plane at an angle of 45 degree with the x-axis. That means projectile motion ആണ് നമ്മുടെ ടോപ്പിക്കിലെ. Projectile motion from chapter 2 dimension. Motion in a plane എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യം പ്രൊജക്റ്റൈൽ മോഷൻ ആണ്. എപ്പോഴും ഒരു ചോദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ടാവാറുണ്ട്. പ്രാവശ്യം ഈ ഒരു ഫേസിൽ വന്ന ചോദ്യം നോക്ക് നിങ്ങൾ. With an axis with an initial velocity is v0. The magnitude and direction of angular momentum. Angular momentum ആണ് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത ചോദ്യമാണ്. എന്നാൽ നമുക്ക് ഇപ്പോൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. Angular momentum of the object with respect to origin when it reaches at the maximum height. മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ആംഗുലാർ മൊമെൻറ്റം. സോ മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് ഇതാണ് മാക്സിമം ഹൈറ്റ് പ്രൊജക്റ്റൈലിൽ എത്തുന്ന വിചാരിക്കും. സോ ഇതിൽ ഇനീഷ്യൽ v0 ഉണ്ടാക്കുന്ന ആംഗിൾ ആണല്ലോ 45 ഡിഗ്രി. ഏറ്റവും മാക്സിമം അതിലുണ്ടാവുന്ന മൊമെൻറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി അറ്റ് ദാറ്റ് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം അതിലുണ്ടാവുന്ന വെലോസിറ്റി v cos θ അല്ലേ, അവിടെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മാക്സിമം അതിലുണ്ടാവുന്ന മൊമെൻറ്റം v cos θ. സോ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ h max ആണ്, മാക്സിമം ഹൈറ്റ് ആണ് വരിക അല്ലേ. സോ ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എം വി കോസ് തീറ്റ ഇൻറ്റു ആർ ക്രോസ് പി അല്ലേ, ആർ ക്രോസ് പി ഓർ നമുക്കിങ്ങനെ എഴുതാം ആർ ക്രോസ് പി അല്ലെങ്കിൽ എച്ച് ഇൻറ്റു എ മൊമെൻറ്റം, എച്ച് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു മൊമെൻറ്റം. സോ നമുക്ക് ആദ്യം എച്ച് കണ്ടുപിടിക്കാം അല്ലേ. എച്ച് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാം. സോ വാട്ട് ഈസ് എച്ച് മാക്സ്? എച്ച് മാക്സിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആണ്. സൈൻ തീറ്റയുടെ വാല്യൂ 45 ആണ്. സൈൻ 45 1/√2 ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്താൽ 1/2 ആണ്. സോ യു സ്ക്വയർ ഡിവൈഡ് ബൈ 2g ഇൻറ്റു 1/2 ദാറ്റ് വിൽ ലീഡ് ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ 4g. എടാ ഇവിടെ യുക്ക് പകരം തന്നിരിക്കുന്ന വി ആണ്, v0 ആണ്. സോ നമുക്കതിനെ v0ൻ്റെ ഫോമിലേക്ക് മാറ്റാം. v0 സ്ക്വയർ ആൻഡ് v0 സ്ക്വയർ ബൈ 4g. ദിസ് ഈസ് ഹൈറ്റ്. then what is angular momentum? മാക്സിമം അതിലുണ്ടാവുന്ന മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വി കോസ് തീറ്റ, കോസ് 45 1/√2. സോ v0/√2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് v സ്ക്വയർ ഡിവൈഡ് ബൈ 4g. സോ ദാറ്റ് വിൽ ലീഡ് ടു m ഇൻറ്റു v0 ക്യൂബ് ഡിവൈഡ് ബൈ 4√2g എന്ന് വരും. m ഇൻറ്റു v0 cube divided by 4√2g. There are two options are there and we have to find the direction too. Direction കൂടി കണ്ടുപിടിക്കണം. So what is direction? Angular momentum എന്ന് പറഞ്ഞിരിക്കുന്നത് L is equal to r cross p അല്ലേ, r cross p അല്ലേ. സോ r cross p ആവുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, r cross p ആവുന്ന സമയത്ത് മൊമെൻറ്റം ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് r cross p ആവുന്ന സമയത്ത് r to cross p നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന, ഞാൻ ഇവിടെ ഡയറക്ഷൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ആർ ക്രോസ് പി, ആറിൽ നിന്ന് പിയിലേക്ക് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആറിൽ നിന്ന് പിയിലേക്ക് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തമ്പ് പോയിന്റ് ചെയ്യുന്ന അകത്തേക്കല്ലേ. അകത്തേക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ അകത്തേക്ക് എന്തായിരിക്കും, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4 എം v0 ക്യൂബ് ഡിവൈഡ് ബൈ 4√2g അലോങ് നെഗറ്റീവ് z ആക്സിസ്. സോ ഒരു വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റിൽ നിന്ന് ഡയറക്ഷൻ നിങ്ങൾക്കറിയാലോ, ഡയറക്ഷൻ എടുക്കാൻ മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഒരു ഫോർ എ ഫോർമാറ്റ് ഞാൻ പറയാം. എ ക്രോസ് ബി ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ എയിൽ നിന്ന് ബിയിലേക്ക്, എ ക്രോസ് ബി ചെയ്യാൻ വേണ്ടി എ നിന്ന് ബിയിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. ബി ക്രോസ് എ ആണെങ്കിലും ബിയിൽ നിന്ന് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, എ ക്രോസ് ബി എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡയറക്ഷൻ തമ്പ് നോക്കിയിട്ടാണ് ഡയറക്ഷൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഐ ക്രോസ് ജെ, ജെ ക്രോസ് കെ, കെ ക്രോസ് ഐ എന്നുള്ള ഫോർമാറ്റിലും നിങ്ങൾ ആൻസറിലേക്ക് എത്തിയാൽ മതി. ദർ ഇസ് നോ ഇഷ്യൂ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കണം. മെത്തേഡാണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം. സി യു ഓൾ, ബൈ.